ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ നീ ആരെ അറിയിക്കുന്ന? ഇൻഷുറൻസ്, ബാങ്ക് ലോണ്, അതും ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോ പാർട്ടീസ് വിളിക്കും. പ്രയോജനം അവർക്കാ, നമുക്കല്ല. കസ്റ്റമറുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഓരോ പ്ലാനുകൾ. ആളുകൾ ക്യാൻവാസ് ചെയ്യാനായിട്ട് പലതും പറയും. അതിന് നമ്മുടെ കുടുംബ വിഷയം എന്തിനാ അവരെ അറിയിക്കുന്നത്? അത് പോട്ടെ. ഒരു കാര്യം ചോദിച്ചാ നീ ദേഷ്യപ്പെടോ? എന്തിന്? നീ ചോദിക്ക്. പപ്പൂസ് തന്ന ആ തുകയില്ലേ, 50,000 രൂപ, അത് നീ ഏത് അക്കൗണ്ടിലാ ഇട്ടിരിക്കുന്നെ? അതെന്തിനാ അറിയുന്നേ? നിന്റെ അച്ഛൻ ചോദിച്ചോ? ഏയ്, പപ്പൂസ് ഒന്നും ചോദിച്ചില്ല. എനിക്കറിയാൻ വേണ്ടി. നീ എന്നെ വീണ്ടും സംശയിക്കാണോ? ഇതാ ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. അനവസരത്തിൽ ഓരോ വിഷയം കൊണ്ടുവരും. മനുഷ്യനിവിടെ തലപോഞ്ഞിരിക്കുമ്പോഴാ. നീ എന്തിനാടെ തല പുകയ്ക്കുന്നെ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ മടിയുണ്ടെങ്കിൽ വേണ്ട. അതിന്റെ പേരിൽ വഴക്കൊന്നും ഇടണ്ട. ഹലോ ഹലോ, പ്രിൻസാ? ഹലോ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം. എന്താണ്? പറയൂ. ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ. നമുക്ക് നാളെ സംസാരിച്ചാ പോരെ? പോരാ, ഇന്ന് തന്നെ കാണണം. ഹലോ ഹലോ ഹലോ, ഇവിടെ റേഞ്ച് കുറവാ, ക്ലിയർ ആവുന്നില്ല. ഹലോ, എനിക്ക് ക്ലിയറാ. സാറേ, ഒന്ന് ഇറങ്ങി വന്നാൽ നന്നായിരിക്കും. ഈ രാത്രിയിൽ എന്ത് സംസാരിക്കാനാ? സാറിന് അറിയില്ലാതെ? നിങ്ങൾ ഇറങ്ങി വരുന്നോ അതോ ഞാൻ ഫ്ളാറ്റിനകത്തേക്ക് കയറി വരണോ? നിങ്ങളിപ്പോ എവിടെയാ? നിങ്ങളുടെ ഫ്ളാറ്റിന് മുന്നിൽ 6B കോറിഡോറിൽ. ഹാ, എങ്കിൽ ശരി, ഞാൻ അകത്തേക്ക് വരാം. വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞാനിപ്പോ വരാവേ. എവിടെ പോവാ? എവിടെയും പോകുന്നില്ല, ഒരു 2 മിനിറ്റ് ഇവിടെ ഉണ്ടാവും. ബാബുജി, ബാബുജി കിടന്നല്ലോ. സാരമില്ല. ഇവിടെ നെറ്റും കേബിളൊക്കെ ഉണ്ടോ? അതറിയാൻ വന്നതാ. ഉണ്ടല്ലോ. ഞങ്ങളുടെ ഫ്ലാറ്റിലെ വൈകുന്നേരം മുതൽ രണ്ടുമില്ല. വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞില്ലേ? സന്ധ്യ കഴിഞ്ഞാല് അവര് ഫോൺ എടുക്കില്ല, എല്ലാം തട്ടിപ്പാ. ഇവിടെ പിന്നെ കറണ്ട് പോവാറില്ലല്ലോ അല്ലേ? ഇല്ല, പോയാലും ഉടനെ ജനറേറ്റർ ഓണാവും. അതെ അതെ. എനിക്ക് അടുക്കളയില് ശകലം ജോലി ഉണ്ടായിരുന്നു. അതിനെന്താ, എന്റെ ഹെൽപ്പ് വല്ലതും വേണോ? അയ്യോ വേണ്ട. ഓക്കെ, എന്നാ ശരി. നെറ്റും കേബിളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ഇയാളിതെവിടെ പോയി? ബോധം വന്നപ്പോ എഴുന്നേറ്റ് പോയതായിരിക്കും. ഇനി എന്റെ ഫ്ലാറ്റിലേക്ക് എങ്ങാനും ചെന്ന് കാണൂ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ ചേട്ടാ, ഒന്ന് ഓടി വരണേ. അയ്യോ ചേട്ടാ, ഒന്ന് ഓടി വായോ, ശവം കിടക്കുന്നേ. വക്കച്ച ചേട്ടാ. മനസ്സിലായില്ലേ? സൂക്ഷിച്ചു നോക്ക് സാറേ.
ആരാ ഇത്? എന്നെന്തിനാ വക്കച്ചൻ വിളിച്ചത്? സാറേ, ഞാൻ പിന്നെ ആരെ വിളിച്ചു പറയേണ്ടത്? ഇന്നലെ സാറിനെ കാണാൻ വന്ന പുള്ളിയായി കിടക്കുന്നത്. എന്നെ കാണാനോ? മറന്നു പോയോ? പേര് പ്രിൻസ്. വക്കച്ചൻ ഇതാരോടും പറയണ്ട. ഞാൻ പറയാതിരുന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ ഇയാൾ എഴുതി വെച്ചത് തെളിവാണ്. എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. പേര് പ്രിൻസ്. കാണാൻ വന്നത് 6Bയിലെ നിഖിൽ സാറിനെ. രജിസ്റ്ററിൽ പേരെഴുതി വെച്ചിട്ടാ ആള് മുകളിലോട്ട് വന്നത്. തെളിവല്ലേ അത്? ബുക്കിൽ എഴുതിയത് വക്കച്ചനങ്ങ് വെട്ടിക്കളഞ്ഞാ മതി, നമുക്ക് കാണാനേ. ബുക്കിൽ എഴുതിയത് വെട്ടിയിരിക്കുന്നത് കണ്ടാൽ പോലീസ് സംശയിക്കില്ലേ? പോലീസോ? പിന്നെ പോലീസ് വരില്ലേ? വിവരം അറിയിച്ചു കഴിഞ്ഞു. സാറേ, ഇയാൾ എങ്ങനെയാ താഴെ വീണത്? നിങ്ങൾ തമ്മിൽ ഉന്തും തള്ളും വല്ലതും ഉണ്ടായോ? വക്കച്ചൊന്നും ഉണ്ടായിരുന്നേ, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് അപകട. ഇവിടുന്ന് പോയേ പറ്റൂ. പോലീസ് വരുമ്പം സാർ ഇവിടെ തന്നെ കാണണേ. ഞാനൊന്ന് മോളിൽ പോയിട്ട് വരാം. ഇന്നലെ രാത്രിയിൽ അങ്ങനെ ഇവിടെ ആരും വന്നില്ല. ഇല്ലേ? ഇല്ല. ഉറപ്പാണോ? അതെ സാർ. നിഖിൽ പുറത്തുപോയി പ്രിൻസിനെ കണ്ടതാണെങ്കിലോ? അവൻ ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം ഈ ഫ്ളാറ്റ് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. ഞാനിപ്പോ വരാവേ. എവിടെ പോവാ? എവിടെയും പോകുന്നില്ല, ഒരു 2 മിനിറ്റ് ഇവിടെ ഉണ്ടാവും. അതൊന്നും പോലീസിനോട് പറയണ്ട. അയാളെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ താ. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വിളിക്കാം സാർ. വൈഫ് വിളിക്കട്ടെ? സ്പീക്കറിലിട്. സ്വിച്ച് ഓഫ്. നമ്പർ ഞാൻ നോട്ട് ചെയ്യ. ആ നമ്പർ എന്ന് പറഞ്ഞേ. ഡോ, അതൊന്ന് നോട്ട് ചെയ്യ. ഓഫീസിൽ ചെന്ന് സാറിനെ ഞാൻ കണ്ടോളാം. സർ. യെസ്. നിഖിലിനെ കാണാൻ വന്നതാണെന്ന് വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതിയെങ്കിലും അയാളങ്ങനെ വെറുതെ എഴുതി വെച്ചിട്ട് മറ്റാരെങ്കിലും കാണാൻ വന്നതായിക്കൂടെ? എന്നിട്ട് നിങ്ങളുടെ പേര് അതിൽ എഴുതിയില്ലല്ലോ. മറ്റാരുടെയും പേര് എഴുതിയിട്ടില്ല. വൈ നിഖിൽ? അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളോടെയാ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. മിക്കവാറും ഇതിനോടകം തീർന്നിട്ടുണ്ടാവും. അതായത് കൊലക്കുറ്റമാണ്. ഇനി മരിച്ചില്ലെങ്കിലോ? വധശ്രമത്തിനാണ് കേസ്. നിഖിലാണോ നോക്കുമീരെ? അരവിന്ദ് സാറാണ്.
എടുക്ക. ഹലോ, അവൻ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല മീര, ഓഫീസിലൊന്നും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവന്റെ കൂട്ടുകാരെ ആരെങ്കിലും കണ്ടോ? നിഖിൽ ഇന്നത്തെ ദിവസം ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അവിടെ നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വെറുതെ ടെൻഷൻ അടിക്കണമെന്ന് പറ. ശരി. എന്താ പറഞ്ഞത്? എങ്ങും കണ്ടു കിട്ടിയിട്ടില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? മോളെ, ഇത് വല്ലതും അറിയണോ അവന്? ഓരോ മെനയുണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഈ കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുക? അതെങ്കിലും ഓർക്കണ്ടേ അവൻ? മോളെ, നിന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നത് വിരോധം ഉണ്ടായിട്ടല്ല, വിഷമം കൊണ്ടാ കേട്ടോ. ഗേറ്റ് ചാരിയിരുന്നതാണല്ലോ, പിന്നെ ആരാ ഇത് തുറന്നു വെച്ചത്? ഇതാരപ്പ? ഓയ്, ആരാ? ഏയ്, ആരാന്ന്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല സാറേ. കൊച്ചു സാറായിരുന്നോ? സാർ എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഞാനേ ക്ഷീണം കൊണ്ടങ്ങ് മയങ്ങിപ്പോയി. എപ്പോ വന്നു? കുറച്ചു നേരമായി. കാവിലൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ വന്നതാ. അത് നല്ല കാര്യ. മണിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവക്ക് വേണ്ടിയാ കാവില് ദർശനത്തിന് വന്നത്. പിന്നെ ഞാൻ വന്ന കാര്യം ആരോടും പറയണ്ട. സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ പറയൂല. കൊച്ചു സാറ് ധൈര്യമായിട്ടിരുന്നാട്ടെ. ഞാൻ വീട് തുറന്നു തരാം. സാറ് വന്നാട്ടെ. കയറി ഇരിക്കുവോ കിടക്കുവോ എന്തു വേണമെങ്കിലും ചെയ്യാം. അതിങ്ങെടുക്ക്. എസ് ഐ ഇങ്ങ് വിളിക്ക. പ്രിൻസിന് ബോധം വന്നു. സാർ, പ്രിൻസിന് ബോധം വന്നു. അത്രയ്ക്ക് വിഷമമുണ്ട്, അറിയാമോ? സെക്യൂരിറ്റി വക്കച്ചൻ എന്തിനാ കാണാമെന്ന്? ആശുപത്രിയിലെ വിവരങ്ങൾ പറയായിരുന്നു. പ്രിൻസ് മരിച്ചിട്ടില്ലെങ്കിലും സീരിയസ് ആയി തുടരുകയാ. ഡോക്ടർമാർ കൃത്യമായി ഒന്നും പറയുന്നില്ലത്രേ.
അച്ഛനോട് പറയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീര പറയൂ. നിഖില് രവിശങ്കറിന്റെ തറവാട് വീട്ടിലുണ്ട്. നിലവിളിച്ചപ്പോ അതാണ് പറഞ്ഞത്. ഇപ്പൊ അച്ഛൻ അറിഞ്ഞാ എങ്ങനെയാ പ്രതികരിക്കാന്നറിയില്ല. ആകെപ്പാടെ ക്ഷോഭിച്ചിരിക്കല്ലേ. ചിലപ്പോ രാത്രി തന്നെ അവന്റെ അടുത്തേക്ക് പോകാനും മതി. നിളയോട് സംഭവത്തെ പറ്റി നിഖിലെന്താ പറയുന്നേ? നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറയുന്നു. നിളയും രവിശങ്കറും നിഖിലിന്റെ അടുത്തുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അത് തുറന്നു പറയുന്നതാണ് ബുദ്ധി. രവിശങ്കർ അവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പക്ഷെ പ്രിൻസ് നിഖിൽ കണക്ഷൻ, അതിലെന്തോ ഒരു പന്തികേടുണ്ട്. എല്ലാം എന്റെ തെറ്റാ. അവനെ വളർത്തിയതിന്റെ ദോഷമാ. മുത്തശ്ശന്റെ ശാസന കൂടുതലാണെന്ന് തോന്നിയപ്പോ ഞാൻ നിഖിലിന്റെ കുരുത്തക്കേടുകൾക്ക് കൂട്ടുനിന്നു. വളർന്നു വന്നപ്പോ കുഞ്ഞുനാളിലെ കുരുത്തക്കേടുകളുടെ സ്വഭാവം മാറി. ഇന്നിപ്പോ ഇത്രത്തോളം എത്തി. എന്റെ തെറ്റ. അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. മുകുന്ദേട്ടൻ അവനെ പൊന്നുപോലെ നോക്കിയെന്ന്. അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. മുകുന്ദേട്ടൻ അവനെ പൊന്നുപോലെ നോക്കിയെന്ന്. ഈശ്വര, പോലീസോ? പപ്പുസേ, നിഖിൽ എന്താ വാ, വന്നേ. എന്തുപറ്റി? പോലീസ് വന്നിരിക്കുന്നു. ജീപ്പിലാ. അങ്കിൾ, പ്രശ്നമാകുമല്ലോ. ഞാൻ പുറകിലത്തെ വാതിലൂടെ ഓടി രക്ഷപ്പെടട്ടെ? നിക്കവിടെ, അബദ്ധം കാണിക്കാതെ. എടോ പ്രിൻസ്, എടോ കണ്ണു ഉറക്കാൻ. ആരാ? എന്താ ഇതിനകത്ത്? ഞാൻ പിന്നെ വെറുതെ ഇവിടെ. ഇത് ഐശ്വര്യാണ്. അയ്യോ, ആണോ? ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ കയറല്ലെന്ന് അറിയില്ലേ? ഞാൻ അറിയാതെ കയറിപ്പോയതാണേ. പിന്നെന്തിനാ ഇതിനകത്ത് പരിങ്ങുന്നേ? പുറത്തു പോണം. ശരി സിസ്റ്ററെ, ഇയാൾക്ക് ഇതുവരെ ബോധം വന്നില്ലേ? നിങ്ങളുടെ ആരാ ഇത്? അയ്യോ, എന്റെ ആരുമല്ല. എന്നാ പുറത്തു പോ. ഓ ശരി, പോ. പോവാ.
ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെങ്കിൽ കഴിച്ചിട്ട് പോ. 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ എടുക്കാം. റെഡി ആയില്ലേ? കാസറോൾ എന്താ? അത് ദോശയാ. അത് പക്ഷേ ബാബുജിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയാ. എന്താ? സോന വിളിച്ചിരുന്നേ. അവിടുത്തെ ദോശമാവ് പുളിച്ചു പോയത്രേ. ബാബുജിക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കണ്ടേ? മരുന്ന് കഴിക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു ദോശ ചുട്ടുതരാന്ന്. പാവം സോന ഇപ്പൊ വരും ദോശ എടുക്കാനായിട്ട്. സാറ് കൈ കഴിക്കോ? ഞാൻ നല്ല ചൂടോടെ ചുട്ടുതരാം. വരൂ. ഇതെവിടെ പോയി? ദോശ കഴിക്കാൻ വരുന്നില്ലേ? വരൂന്നേ. ഹലോ. പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? എന്താ കാര്യം? ഞാൻ ദോശ എടുത്തപ്പോഴേക്കും ആളിനെ കാണുന്നില്ലല്ലോ. എന്നോട് ഒന്നോട്ട് പറഞ്ഞുമില്ല. അയൽക്കാർക്കൊക്കെ വിതരണം ചെയ്തിട്ടല്ലേ നമുക്ക് ദോശ കിട്ടുകയുള്ളൂ. അത്രയും സമയം കാത്തിരിക്കാൻ തോന്നിയില്ല. സുഖമില്ലാതിരിക്കുന്ന ഒരാളിന് വേണ്ടിയല്ലേ. അസുഖം വന്നാലേ പരിഗണന കിട്ടുമെന്നാണോ? എന്താ ഇങ്ങനെയൊക്കെ? വരൂ, ഞാൻ ദോശ എടുത്തു വെച്ചിരിക്കുക. എനിക്ക് വേണ്ട. എന്നാ ഞാനും കഴിക്കുന്നില്ല. ഹലോ ഹലോ ഹലോ. കട്ട് ചെയ്തോ? ഈരി എടുക്കുന്നില്ലല്ലോ. ഇത് ബുദ്ധിയല്ല. ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ശരിയല്ല. അതിൽ അപകടമുണ്ട്. ഒന്നാമത് നിഖിലിന്റെ വിഷയത്തിൽ ഡിസ്റ്റർബ്ഡ് ആണ് മീര. ഒരുപക്ഷെ 7Bയിലേക്ക് എങ്ങനെ പോണം തോന്നിയാലോ? നോ, വേണ്ട. മനസ്സിലായില്ലേ? ഞാനാ വിമല. മിണ്ടാതിരിക്കാൻ. കൊല്ലാനല്ല ഞാനാ വിമല. കൊല്ലാനല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ് 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 പ്ലീസ്. ഇത് ആശുപത്രിയിൽ ശബ്ദം ഉണ്ടാക്കല്ലേ പ്ലീസ്. എടോ എടോ പേടിക്കല്ലേ. അതെ, ഞാനുണ്ട് കേട്ടോ. ഇനിയേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കേക്കോ? ആരും ഇനി പ്രിൻസിനെ കൊല്ലാൻ വരത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ.
മനസ്സിലായല്ലോ എല്ലാം. ധൈര്യമായിട്ടിരിക്ക. തനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനില്ലേ കൂടെ. പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെ കേക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ഇല്ല. പ്രിൻസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? താൻ മിടുക്കനാ. ഇനി ബുദ്ധിപൂർവമേ നീങ്ങുള്ളൂന്ന് എനിക്കറിയാം. അങ്ങനല്ലേ? അങ്ങനല്ലേ? എന്നാ ശരി. ആശുപത്രിയിൽ നിന്ന് വിളിച്ചിരുന്നു. പ്രിൻസിന് ബോധം വന്നെന്ന്. അവന്റെ മൊഴിയെടുക്കാൻ പോവാ ഞാൻ. നീ തൂങ്ങണോ അതോ രക്ഷപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ സ്റ്റേറ്റ്മെന്റാ. പോയിട്ട് വരട്ടെ. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയണം. ആരാണ് നിങ്ങളെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് തള്ളി വീഴ്ത്തിയത്? ആരെയും ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല. പറയൂ, ആരാണ് പ്രിൻസിനെ അപായപ്പെടുത്തിയത്? ആരും തള്ളിയിട്ടല്ല. പിന്നെ ഞാൻ തന്നെ വീണ. നിഖിലിനെ കാണാനായി ഫ്ളാറ്റിൽ ചെന്ന പ്രിൻസ് എങ്ങനെ തനിയെ വീണു? നിഖിൽ തന്നെ തള്ളിയിട്ടല്ലേ? അല്ല സാർ. നിഖിൽ സാറിനെ കണ്ടു എന്നുള്ള സത്യം. അത് കുറച്ച് കാശ് കടം ചോദിക്കാനായിരുന്നു. സാറിന്റെ പണമില്ലായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞിട്ട് സാറ് ഫ്ലാറ്റിനകത്തേക്ക് കയറിപ്പോയി. എനിക്കൊന്ന് ഫോൺ ചെയ്യാനുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ട് അശ്രദ്ധമായി ബാൽക്കണി ഭാഗത്തേക്ക് നടന്നു. അവിടുത്തെ ജനലിന് ഗ്ലാസ് ഉണ്ടെന്ന് കരുതി ചാരിയതാ. പിന്നൊന്നും ഓർമ്മയില്ല. സത്യമാണോ ഈ പറഞ്ഞത്? അതെ സാർ. സൺഷൈഡി തട്ടിയോണ്ടായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. ഇത്ര കൃത്യമായിട്ട് പറയാൻ അതെല്ലാം ഓർത്തു വെച്ചിരിക്കുകയായിരുന്നോ പ്രിൻസ്? മറക്കാൻ പറ്റുന്ന കാര്യമാണ് സാറേ സംഭവിച്ചത്.